ശബരിമല സ്വർണ്ണക്കൊള്ള പാരഡി ഗാനത്തിനെതിരെയുള്ള പരാതിയിൽ പോലീസ് കേസെടുത്തേക്കും. ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചുള്ള പരാതി സംസ്ഥാന പോലീസ് മേധാവി ADGP കൈമാറി. പ്രാഥമിക അന്വേഷണത്തിന് സൈബർ എസ് പി ചുമതലപ്പെടുത്തി. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പരാതിയിലാണ് നടപടി. കേസെടുക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് വിമർശനവുമായി എത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. ഇതൊക്കെ അതിനൊക്കെ മറുപടി അറിയിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് തോറ്റത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മെനക്കെട്ടാൽ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇവരുടെ എല്ലാ ശ്രമങ്ങളും വീണ്ടും കുഴിയിലേക്ക് വീഴുന്ന രീതിയിലാണ്. അത്രേ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഒരു പാട്ടുകൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നത്. സോണിയാഗാന്ധിയെക്കുറിച്ച്, നരേന്ദ്രമോദിയെക്കുറിച്ച്, അല്ലെങ്കിൽ പിണറായി വിജയനെക്കുറിച്ച് എന്തെല്ലാം പാട്ടുകൾ ആരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ആ രീതിയിൽ അതിനെ കാണുന്നതിന് പകരം അത് വേറെ രീതിയിൽ കാണുന്നത് എന്തിനാണ്? അതിലും വർഗീയത കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരഡി ഗാനം വിശ്വാസത്തെ ഹനിക്കുന്നതാണെങ്കിൽ നടപടി വേണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. അപ്പം വിവിധ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ആ നിലയിൽ ഞങ്ങൾ ആലോചനയിൽ വന്നിട്ടില്ല. അപ്പോൾ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. മനീഷ് മഹിപാലും ഷിജോ കുര്യനും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം മനീഷിലേക്ക്. മനീഷ്, ഒന്നാമത്തെ ചോദ്യം, ഈ മന്ത്രിയെ പയ്യപ്പോ തുടങ്ങി അത് മാത്രമല്ല, ഈ ഭക്തിഗാനത്തിന് പാരഡിയെ കാലാകാലങ്ങളിൽ രാഷ്ട്രീയ വിമർശനം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വിശ്വാസത്തെ ഹനിക്കുന്നതാണ് എന്ന് LDFനും CPMനും നിലപാടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇത് കേസിലേക്ക് കടക്കുകയാണെങ്കിൽ പാട്ടെഴുതിയ പ്രവാസിയായ മലയാളി, അതിനുശേഷം ഇവിടെ പാടിയ യുവാവ്, അതിനുശേഷം അത് പാടിയ PC വിശ്വനാഥ് MLA, അത് പാർലമെന്റിൽ പാടിയ MP മാർ, എല്ലാവർക്കുമെതിരെ കേസ്, അറസ്റ്റിന്റെ നീണ്ട പരമ്പര ഒക്കെ ഉണ്ടാവുമോ മനീഷ്? ഹാഷ്മി, അത്തരം കാര്യങ്ങളിലേക്ക് നിയമപരമായ ഒരു ഉപദേശം ലഭിച്ച ശേഷം മാത്രമേ, നിയമ ഉപദേശം ലഭിച്ച ശേഷം മാത്രമേ കേസെടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ADGPക്ക് ഈ പരാതി കൈമാറി അതിൻ്റെ വിശദമായ അന്വേഷണം, പ്രാഥമികമായ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സൈബർ SP ചുമതല നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UDFന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ആണിക്കല്ല് ഈ അയ്യപ്പൻ്റെ പാട്ട്, ഈ പോറ്റിയെ സംബന്ധിച്ചുള്ള പാട്ടാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അത് UDFും വ്യാപകമായി പാട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെ പാർലമെന്റിലടക്കം UDF MP മാർ ഈ പാട്ട് പാടിയായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി മുതലെടുക്കുന്നുവെന്ന അഭിപ്രായം CPMനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി തിരുവാഭരണ പാത സംരക്ഷണ സമിതി നൽകിയപ്പോൾ അതിനെ അനുഭാവപൂർവ്വമാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഇത്തരം ഒരു പരാതി സർക്കാരിനുമുണ്ട്. അതായത് ഇങ്ങനൊരു വിഷയം, ഈ ഒരു വിഷയത്തിൽ അയ്യപ്പനെ ആയുധമാക്കിക്കൊണ്ട് രാഷ്ട്രീയമായി മുതലെടുപ്പെടുക്കുന്നു. ഒപ്പം തന്നെ അത് മതനിരപേക്ഷതയ്ക്ക് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ മനോഹരമായ ഒരു ഭക്തിഗാനത്തെ വികലമാക്കുന്ന തരത്തിൽ അതിനെ പ്രത്യയശാസ്ത്രപരമായ ചില വാക്കുകൾ, അതായത് സഖാക്കളെ തുടങ്ങിയ വാക്കുകളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ വികലമാക്കുന്നു. ഒപ്പം തന്നെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന അഭിപ്രായം സർക്കാരിനും പാർട്ടിക്കുമുണ്ട്. അങ്ങനെ ഒരു പരാതി കൂടി വന്നപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് അതിനെ അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, പക്ഷേ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. അതിന് അണിയറയിൽ പ്രവർത്തിച്ചിട്ട് ആളുകൾക്കെതിരെ നടപടി വേണം. 46 വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിൽ നിന്നും കോഴിക്കോട് നിന്നും ഖത്തറിലേക്ക് കുടിയേറി അവിടെ പ്രവാസിയായ ഒരാളാണ് പാട്ട് എഴുതി, പിന്നീട് കോഴിക്കോട് സ്വദേശിയാണ് പാട്ട് ആലപിച്ചത്. അങ്ങനെ അണിയറയിൽ പ്രവർത്തിച്ചവരെയും ഈ പാട്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നടപടി വേണം, ഈ പാട്ട് വിലക്കണം, ഇത് നിയന്ത്രിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ്. പക്ഷേ അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കും? പ്രത്യേകിച്ചും മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന ഒരു ഘടകത്തെ ഉന്നിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് കടക്കുക. എന്താണെങ്കിലും ഇപ്പോൾ അത് പ്രാഥമികമായ അന്വേഷണം പോലീസ് അതിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച പരാതി DGPക്ക് ലഭിക്കുകയും ഇന്നത് ADGPക്ക് കൈമാറുകയും ഇപ്പോഴിതാ അത് സൈബർ SPക്ക് കൂടി കൈമാറി പ്രാഥമിക അന്വേഷണം നടത്തി അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.